ചാവക്കാടാണ് മെയിൻ ടൗൺ. ചാവക്കാട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ടൗണാണ്. ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇതൊരു വലിയൊരു റെഫറൻസ് ആണ്. നമുക്ക് പുതിയൊരു ഹൈവേ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ്. നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുട്ടികൾക്ക് വരെ കാണിച്ചു കൊടുക്കുക. കാരണം നമ്മളെ കേരളം ഇങ്ങനെയായിരുന്നു എന്ന് നമ്മളെ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഫ്രണ്ട്സ്, എന്നെ ചെറുതാറിൻ്റെ അടുത്തൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ എടക്കഴിയൂർ മുതൽ ഒരുമനയൂർ വരെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ചെറുതാറിൻ്റെ ഫുൾ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എടക്കഴിയൂർ എന്ന സ്ഥലത്ത് കാണുന്നൊരു കാഴ്ച ഇതാണ്. വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് നിങ്ങൾക്ക് ആ ഇടതുവശത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തും വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും കോൺക്രീറ്റ് നടക്കുന്നുണ്ട്. ഹൈവേയുടെ അല്ല, ഇവിടെ ഒരു ഫ്ലൈ ഓവർ പോലൊരു സെറ്റപ്പ് ഉണ്ട്. ഒന്നുകിൽ അണ്ടർ പാസേജ് ആയിരിക്കാം. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നത് കാണാം. ഇവിടെ സൈഡ് വാളിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ വലത് സൈഡിലായിട്ടാണ് ഹൈവേയുടെ വർക്ക് നടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഡ്രൈനേജ് ചാലിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇടത് സൈഡിലായിട്ടാണ് ഹൈവേ കടന്നു പോകുന്നത്. ഇവിടെ ഡ്രൈനേജ് ചാലിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം. അതുപോലെ ഇവിടെ മണ്ണ് ഫില്ലിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഒന്ന് നോക്കണമല്ലോ. ഇവിടെ സൈഡിൽ ടാർ ചെയ്തായിട്ട് കാണാം. ഇവിടെ കുറച്ച് കടകൾ കാണുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരൊന്ന് നോക്കാം. അതിർത്തി, ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന അതിർത്തി എന്നാണ്. ഞാൻ അതിർത്തി എന്നാണ് അല്ലല്ല, എടക്കഴിയൂർ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എടക്കഴിയൂർ എന്നാണ്. അപ്പോൾ എടക്കഴിയൂർ ജംഗ്ഷനിൽ കാണുന്നൊരു കാഴ്ച ഇതാണ്. ഇവിടെ ഇടത് സൈഡിൽ ടാറിങ് വർക്ക് ഇടത് സൈഡിൽ നടന്നിട്ടുണ്ട്. ടാർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ വലത് ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും മുന്നേ കണ്ടതുപോലെയല്ല, വളരെ വ്യത്യാസമുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്കിന്, അതായത് ഹൈവേയുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. എന്തായാലും അതിഭയങ്കരമായൊരു മാറ്റം തന്നെയാണ് നമുക്ക് ഇതുവഴി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തിരുവത്ര എന്ന സ്ഥലമാണ്. തിരുവത്രയിലും ഇങ്ങനെ തന്നെയാണ് വർക്ക്. അപ്പോൾ ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം. മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഇവിടെ അധികം ഉയരത്തിലൊന്നും അല്ല ഹൈവേ പോണത്. അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം മണ്ണ് ഫില്ലിങ് കഴിഞ്ഞ് അവിടെ എങ്ങനെ മെറ്റൽ വിരിച്ചതായിട്ട് കാണാം.
എനിക്ക് തോന്നുന്നത് മഴ ആയതുകൊണ്ട് ഇന്ന് വർക്കില്ലാത്തതാണോ എന്നറിയില്ല. ഇവിടെ ഏതാ ഒരു വലിയൊരു എന്താ പറയുക JCB മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്ന കാണാം. പിന്നെ ഇവിടെ ഹൈവേയുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകളൊക്കെ ഇങ്ങനെ അടുക്കി ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഇടത് ഭാഗത്ത് ഹൈവേയുടെ ഈ കോൺക്രീറ്റ് പീസിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ കാണാനില്ല. അതായത് വർക്ക് തുടങ്ങിയ ഒരു സെറ്റപ്പാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്നാലും കുറച്ച് മുന്നത്തെ ഒരു ഇത് താരതമ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഈ ഹൈവേയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു കോൺക്രീറ്റ് ചെയ്തിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. കുറച്ച് വലത് സൈഡ് ചേർന്നാണ് പുതിയ ഹൈവേ കടന്നു പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ നിലവിലെ ഹൈവേ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് സ്ഥലമെന്ന് നോക്കട്ടെ. അറബിക് ഇന്ത്യൻ കൂൾ ബാർ. ആ ഹോട്ടലിൽ കടയുടെ സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടില്ല. മണത്തല. ഈ സ്ഥലത്തിൻ്റെ പേര് മണത്തല എന്നാണ്. ചാവക്കാടാണ് മെയിൻ ടൗണ്. ചാവക്കാട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ടൗണാണ് മണത്തല. ചാവക്കാടെന്നാണ് ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഹൈവേയുടെ കാഴ്ച ഇങ്ങനെയാണ്. എന്താ പറയുക, രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാലിൻ്റെ ഒരു കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം. പിന്നെ മണ്ണ് ഫില്ലിങ് നടക്കുന്നതായിട്ട് കാണാം. ഇവിടെയൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ വലത് സൈഡിൽ അവിടെ ആ കാർ നിൽക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്താ പറയുക, സർവീസ് റോഡിന് വേണ്ടി മെറ്റിൽ വിരിച്ചിട്ടുള്ളതായിട്ട് കാണാം. ഇവിടെ എങ്ങനെയാണ്, ഇടത് സൈഡിൽ മെറ്റിൽ വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വലത് സൈഡിൽ കാണുന്നത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. റോഡ് റോളർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണൊക്കെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ചേർക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഇവിടെ മണ്ണ് നിരത്തുന്നുണ്ട്. പിന്നെ ഇടത് സൈഡിൽ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് തുടങ്ങി. ഇത് മണത്തല എന്ന സ്ഥലമാണ്. അവിടെ ഒരു ബോർഡുണ്ട്, മണത്തല. ഗുരുവായൂർ ഇവിടെ നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം. പൊന്നാനി തിരൂർ ഹൈവേ ഇങ്ങനെയാണ് പോണത്. അതുവഴി വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല. ഇപ്പം എന്താ ചെയ്യുക? ഇവിടെ ആടത്തെങ്കിലും ഒന്ന് ചോദിച്ച് നോക്കായിരുന്നില്ലേ, ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക.
ചാവക്കാട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഹൈവേ ബൈപ്പാസ് ആയിട്ടാണെന്ന് തോന്നുന്നു കടന്നു പോകുന്നത്. അതുവഴി വണ്ടി വിടുമെന്നോ, ബൈക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതുവഴിക്കൊന്ന് പോവാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയാണ്, കംപ്ലീറ്റ് ചെളിയാണ്, വണ്ടി പോവില്ല. ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടാ ഒരു മിനിറ്റ്, ഇവിടുന്ന് ഹൈവേ എങ്ങനെയാണ്? ഇത് ബൈപ്പാസ് ആയിട്ടാണോ പോണത്? ഇവിടുന്ന് ഈ ഹൈവേ ബൈപ്പാസ് ആയിട്ടാണോ പോണത്? ഓ, ഈ ഹൈവേ കൂടെ വണ്ടി പോകില്ലല്ലോ. അല്ല, ബൈക്കൊക്കെ പോയി, അതായത് ഇങ്ങനെ ഓടിച്ച് പോകാൻ പറ്റും? പോകല്ലേ? ആ ആ ആ ഓ ആ, അര കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹൈവേ കയറാം. ഓക്കെ ഓക്കെ. ഓ ശരി. ആ ഓക്കെ ഓക്കെ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ഓഡിയോ നിങ്ങൾ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് അതുവഴി വണ്ടികളൊന്നും പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവഴി പുതിയ ഹൈവേ ബൈപ്പാസ് ആയിട്ട് തന്നെയാണ് കടന്നു പോണത്. ഈ ടൗണിൽ തിരക്കൊന്നും ഇല്ലാതെ ആ ഒരു സൈഡിൽ കൂടെ. അപ്പോൾ നമുക്ക് ലോങ് യാത്രക്കാർക്ക് ടൗണിൽ കയറാതെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും സ്ഥലം നമുക്കൊന്ന് വളരെ ഫാസ്റ്റായിട്ട് പോകാം. ചാവക്കാട് ഭാഗം പൊതുവേ കുറച്ച് വീതി കുറഞ്ഞ റോഡാണ്. ഇതൊരു NH-66 ആണോ സംശയമാണ്. ഇപ്പോൾ പഴയ NH-66 ആ ഒരു അവസ്ഥ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ പുതിയ റോഡ് ഒരു ബൈപ്പാസ് ആയിട്ടാണ് പോകുന്നത്, ഇതൊന്നും ടച്ച് ചെയ്യാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം ബ്ലോക്കിലൊന്നും ആർക്കും കിടന്ന് ബുദ്ധിമുട്ടാതെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കാലിക്കറ്റ് ഭാഗത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ NH-66 സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം നോക്കട്ടെ, ചാവക്കാട് നിന്ന് ഒരുമനയൂർ. ഈ സ്ഥലത്തിൻ്റെ പേര് ഒരുമനയൂർ എന്നാണ്. അപ്പോൾ ചാവക്കാട് മുതൽ ഒരുമനയൂർ വരെ പുതിയ NH-66 ബൈപ്പാസ് ആയിട്ടാണ് കടന്നു പോണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അടുത്ത പാർട്ടിൽ നമ്മൾ ഒരുമനയൂർ മുതൽ ഏങ്ങണ്ടിയൂർ വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ NH-66 ഫുൾ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.